പക്ഷേ യൂനിസിൻ്റെ ഭരണത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പ്രൊഫറ്റ് മുഹമ്മദിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു റാഡിക്കൽ ഇസ്ലാമിക് ഔട്ട്ഫിറ്റ് അവർക്കെതിരെ, അതായത് തൗഹീദ് ജനത എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ പ്രതികരിച്ചു എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ ദൈവനിന്ദ ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു കാർട്ടൂൺ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു വിഘടൻ എന്ന് പറയുന്ന ഒരു മാഗസീൻ, തമിഴ്നാട്ടിൽ നിന്നൊരു മാഗസീനിന് ഇപ്പം വെബ്സൈറ്റിൽ കാണാനേ ഇല്ല, അവർ അപ്രത്യക്ഷമായിരിക്കുന്നു. ആ വെബ്സൈറ്റ് തുറക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിൻ്റെ വലിയ രീതിയിലുള്ളൊരു ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് MK സ്റ്റാലിൻ അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. BJP ഒരു ഫാസിസ്റ്റ് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് മാഷ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, ഈ ഇത്തരം വിഷയങ്ങളെ? അല്ല, ഇതെല്ലാം മൗലികാവകാശ ലംഘനങ്ങൾ എന്ന നിലക്കാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒരു രാഷ്ട്രത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ അതിൻ്റെ ഒരു മുഖമുദ്ര എന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകുന്ന ഒരവകാശമാണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായ പ്രകടനം നടത്താനായിട്ടുള്ള അവകാശമാണത്. ആ അവകാശത്തെ ഖനിക്കുന്ന തരത്തിൽ ഭരണകൂടം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭരണകൂടം ജനാധിപത്യ ഭരണകൂടമല്ലാതായിത്തീരും. അത് ഏകാധിപത്യ ഭരണകൂടമാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത് ജോസഫ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കുട്ടികൾക്ക് പരീക്ഷ നടത്തിയ സമയത്ത് ചോദ്യപേപ്പർ തയ്യാറാക്കിയത്, ആ ചോദ്യപേപ്പർ ദൈവനിന്ദകമാണ് എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്കെതിരെ ഇവർക്ക് കോടതിയിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല കേരളത്തിലെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ അതിനെ കൈകാര്യം ചെയ്ത്. അവർ നേരിട്ട് ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചു. അവർ തന്നെ കോടതിയായി തീരുകയും അവർ തന്നെ ജഡ്ജിയാവുകയും അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയ ചോദ്യപേപ്പർ എഴുതിയ കൈ അവരങ്ങ് വെട്ടിയെടുത്തു. അതാണ് ഈ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ എല്ലായിടത്തും നടത്തുന്നത്. അത് ഇസ്ലാമിസ്റ്റ് സ്വേച്ഛാധിപത്യമാണോ ഹിന്ദു സ്വേച്ഛാധിപത്യമാണോ എന്നുള്ളതൊരു വിഷയമല്ല. സ്വേച്ഛാധിപത്യത്തിൽ നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഇല്ലാതാക്കും എന്ന സന്ദേശം, അതൊരു ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടർ അതിൻ്റെ അകത്തുണ്ട്. ഇൻസ്ട്രക്റ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് പെരുമാറേണ്ടത്, നിങ്ങളെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ഈ രണ്ട് സ്ഥലത്തും സംഭവിച്ചൊരു കാര്യം എന്താണ്, ഈ ബംഗ്ലാദേശിലെ കവിക്കാണ് പ്രശ്നമുണ്ടായത്. കവി ഒരു കവിത എഴുതി. ആ കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകരവാദത്തിനെതിരായിട്ടുള്ളൊരു കവിതയാണ്, അല്ലെങ്കിൽ അതൊരു അവരെ കളിയാക്കിക്കൊണ്ടുള്ളൊരു കവിതയാണ്, ഐറണിക്കലായിരുന്നു. അയാളുടെ പേര് സൊഹൈൽ ഹസൻ ഗലീബ്. സോഹൻ്റെ അല്ലെങ്കിൽ സോഹൻ ഹസൻ ജലീൽ എന്ന് പറയുന്ന ഈ കക്ഷി അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസുകാർ അയാളെ വിളിക്കുകയും അയാളെ കൊണ്ടുപോവുകയും അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ജയിലിലിടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിനെ നിന്ദിച്ചു എന്നുള്ളതാണ്. ബ്ലാസ്ഫമി എന്ന് പറയുന്ന കുറ്റം ആരോപിച്ചിട്ടാണ് അയാളിപ്പോൾ ജയിലിലിട്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ ബ്ലാസ്ഫമി ആരോപിച്ച് ജയിലിലിടപ്പെടുന്ന ആളുകളെയൊക്കെ തൂക്കിക്കളയുമായിരുന്നു. തൂക്കിക്കൊല്ല്, തലവിട്ട് എന്തെങ്കിലും ചെയ്യും. അതാണ് അവരുടെ രീതി. ബംഗ്ലാദേശിന് പക്ഷേ അതുണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിന് അത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് രൂപം കൊണ്ട ഒരു രാജ്യമാണ്. അത് ഇന്ത്യയുടെ ഇടപെടലിലൂടെ സംഭവിച്ചൊരു മാറ്റമായി. അങ്ങനെ മാറ്റം സംഭവിച്ചപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവത്തോട് ചേർന്ന് നിന്ന ഒരു രാജ്യമാണ്, രാഷ്ട്രമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയവും അങ്ങനെയായിരുന്നു. അത് തുടർന്ന് വരികയാണ്. നമ്മളതുപോലെയുള്ളൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ചു വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അട്ടിമറിക്കപ്പെട്ടത് തീവ്രവാദികൾ, ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളതായിട്ടുള്ള തീവ്രവാദികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടുത്തെ പല പത്രങ്ങളൊക്കെ അതൊക്കെ വലിയ വിപ്ലവമാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അത് വിപ്ലവമല്ല എന്ന് ഓരോ ദിവസത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അത് സ്വേച്ഛാധിപത്യമാണ്, അത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു ഐറണിക്കൽ പോയട്രി രചിച്ചതായിട്ടുള്ള ഒരാളെ പിടിച്ചുകൊണ്ടുപോവുകയും അയാളെ ജയിലിലിടുകയും ചെയ്തിരിക്കുന്നത്. ജയിലിലിടുന്നത് അയാൾക്ക് ഭക്ഷണം കൊടുത്ത് അയാളെ നല്ല രീതിയിൽ വളർത്തി പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയില്ല.
തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ്. കാരണം ദൈവനിന്ദകരെ തൂക്കിക്കൊല്ലുന്ന രീതി പാകിസ്ഥാനാണ് പിന്തുടർന്നിരുന്നത്. പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശ് ആകുമ്പോൾ ബംഗ്ലാദേശുമായി പിന്തുടരുന്നു. ഇതിന് സമാനമായ ഒരു സംഭവമായിട്ടാണ് വിഘടൻ എന്ന് പറയുന്നതായിട്ടുള്ള മാഗസിൻ. അവർ നിരന്തരമായിട്ട് ഇത്തരം കാർട്ടൂൺ ഇറക്കുകയാണ്. അതെ, അല്ലെ ഞാൻ പറയുന്നത് വരുന്നത് അപ്പുറത്തെ സൈഡിൽ ട്രംപാണ്, ഈ സൈഡിൽ ഒരു ചെയറിൽ മോദിയാണ്. മോദിയുടെ കൈയും കാലും ചങ്ങല കൊണ്ട് വലയം ചെയ്തിട്ടുണ്ട്, കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഈ എങ്ങനെയാണ് അഭയാർത്ഥികളെ അമേരിക്ക ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അതേ മാതൃകയിൽ ഒരു പ്ലെയിനിലിരിക്കുന്ന പോലെ മോദിയുടെ കൈയും കാലും ചങ്ങലക്കിട്ടിരിക്കുന്നു. ഇത് വെബ്സൈറ്റിൽ നിലവിൽ ഇപ്പോൾ ഇല്ല. അവരുടെ വെബ്സൈറ്റ് തന്നെ ബ്ലോക്ക് ആയിരിക്കുന്നു എന്നാണ് ഇവർ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. മിനിസ്ട്രിക്ക് അവർ പരാതിയൊക്കെ ഇപ്പം നൽകിയിട്ടുണ്ട്. അതായത് ഇവരുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചുപ്പ് രഹോ, നീ മിണ്ടണ്ട, ആരും സംസാരിക്കേണ്ട എന്നുള്ളതാണ്. സംസാരിച്ചതിനെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ആ മാഗസിൻ എന്ത് ചെയ്യുന്നത് നിരോധിക്കുന്നത്. അത് കാലങ്ങളായിട്ട് ഫാസിസ്റ്റുകൾ തുടർന്നു വരുന്നതായിട്ടുള്ള സമീപനമാണ്. ഹിറ്റ്ലർ എന്ത് ചെയ്ത്, ഹിറ്റ്ലറുടെ ഭരണകാലത്ത് എല്ലാ പുസ്തകങ്ങളും തീയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. പുസ്തകങ്ങൾ കത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കവി ബെർത്തോൾട്ട് ബ്രെത്താണ് പറഞ്ഞത്, എന്നെ കത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് അലറി വിളിച്ചുകൊണ്ടൊരു കവിത എഴുതുന്നുണ്ടായിരുന്നു. ശരി, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാരെങ്കിലും ലിസ്റ്റിട്ട സമയത്ത് ഈ കവിയുടെ കവിതകളും പുസ്തകങ്ങളും ഒന്നും ഇങ്ങനെ കത്തിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ വന്നില്ല. അത് അയാൾക്കൊരു അവമാനമായി തോന്നുകയും അങ്ങനെ അയാൾ എന്നെ കത്തിക്കൂ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്ന തരത്തിലൊരു കവിത എഴുതേണ്ടായി. എല്ലാ ഫാസിസ്റ്റുകളും ചെയ്യുന്നതാണ്. പുസ്തകങ്ങൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കത്തിച്ചളയും. കാരണം പുസ്തകങ്ങളിലൂടെയാണ് എതിരഭിപ്രായം, വിമർശനങ്ങൾ ഉയർന്നു വരും. വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്നെ അത് അമർച്ച ചെയ്തില്ലെങ്കിൽ ആ ശബ്ദങ്ങൾ പെരുമ്പുറ മുഴക്കമായി മാറുകയും അങ്ങനെ അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശബ്ദമായി തീരുകയും ചെയ്യും എന്നുള്ള തിരിച്ചറിവ് എല്ലാ സ്വേച്ഛാധിപത്യ ഭരണകാരികൾക്കും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരുമ്പോൾ അത് അപ്പം തന്നെ അടിച്ചമർത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ രണ്ട് സംഭവങ്ങൾ. കവിത എഴുതിയവരെ പിടിച്ചുകൊണ്ടുപോയി തൂക്കിക്കൊല്ലാനായിട്ട് മുഹമ്മദിനെ കളിയാക്കി. അത് അതിനുള്ള കാരണമാണ് പ്രൊഫറ്റ് മുഹമ്മദിനെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ അവൻ നിന്ദിച്ചു. അതിനാണ് ദൈവനിന്ദ എന്ന് പറയുന്നത്. ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിയെ കളിയാക്കി എന്നുള്ളതാണ്. മോദി അമേരിക്കയിലേക്ക് പോവുകയും അമേരിക്കയിൽ ട്രംപുമായിട്ട് സംഭാഷണമൊക്കെ നടത്തുന്ന സമയത്ത് അത് നല്ല കാര്യമായിട്ട് വ്യാഖ്യാനിക്കാവുന്നതാണ്. കാരണം ആദ്യം വന്ന ഒരു സംഭവം എന്ന നിലയ്ക്ക് എന്ന് വെച്ചാൽ അദ്ദേഹം അധികാരത്തിലേറിയതിന് ശേഷം വിദേശ രാജ്യത്ത് ചെന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിക്ക് ട്രംപുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ്. അത് നല്ലതാണ് നമ്മുടെ കാര്യങ്ങൾ. പക്ഷേ കുഴപ്പം എന്താണ്, ആ സംഭാഷണത്തിൽ എന്ത് നേടി ഇന്ത്യക്കൊന്നും നേടാനായിട്ട് കഴിഞ്ഞില്ല എന്നതാണ് ആത്യന്തികമായി നമ്മൾ വിലയിരുത്തുന്നത്. എങ്കിലും അതിനകത്തൊരു ഒരു പൊടിക്കാറ്റ് നമുക്ക് അനുകൂലമായിട്ടുണ്ടായതാണ്. ഇയാൾ എല്ലാ രാജ്യത്തും, അതായത് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, എല്ലാ രാജ്യങ്ങൾക്കെതിരെ ടാക്സേഷൻ നടപ്പിലാക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് എതിരെ നിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും താർക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് കാനഡയ്ക്കെതിരെ 25% ടാക്സ് അടിച്ച് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ വരെ നീങ്ങുമെന്ന് പറയാൻ. അപ്പോൾ ഇന്ത്യക്കെതിരെ അയാൾ നീങ്ങും. ഇന്ത്യക്കെതിരെ അയാൾ ടാക്സ് അടിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് ഈ സംഭാഷണത്തിലൂടെ നരേന്ദ്രമോദിക്ക് അത് കുറച്ച് നാളത്തേക്ക് വൈകിപ്പിക്കാനായിട്ട് കഴിയും. അതാണ് അതിൻ്റെ അകത്തുണ്ടായ ഏക അഡ്വാൻറ്റേജ്. പക്ഷേ ആ ഏക അഡ്വാൻറ്റേജ് നമുക്ക് അംഗീകരിക്കാം. അതേ സമയത്ത് എന്താണ്, അനധികൃതരായിട്ടുള്ള എല്ലാ കുടിയേറ്റക്കാരെയും എല്ലാ രാജ്യങ്ങളിലും കുടിയേറ്റക്കാരെയും ഒഴിപ്പിക്കും, ഇന്ത്യക്കാരെയും ഒഴിപ്പിച്ചോളൂ എന്ന് മോദി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ മോദിയെ അപമാനിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് അവിടെ നിന്ന് അയച്ച എല്ലാ അനധികൃത കുടിയേറ്റക്കാരുടെയും കയ്യിലും കാലിലും ചങ്ങലക്കിട്ടാണ് കൊണ്ടുവന്നത്. അത് ലോകം മുഴുവനും കണ്ടത് മനുഷ്യാവകാശ ധ്വംസനമായിട്ടാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ മോദിയുടെ വാഴ്ത്തുപാട്ടുകാർ അതിനെ അനധികൃതമായിട്ടുള്ള അവിടെ താമസിക്കുന്ന ആളുകളെ തിരിച്ചയക്കുക തന്നെയാണ് വേണ്ടത്. അത് അങ്ങനെ വേണം, അതിൽ ആർക്കും തർക്കമില്ല. കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്തും അങ്ങനെ ആൾ കുടിയേറി പാർത്താൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സുരക്ഷിതത്വം നശിപ്പിക്കാനേ അത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന രേഖകൾക്കനുസരിച്ച് മാത്രമേ ഇവിടെ കുടിയേറാൻ പാടുള്ളൂ. ഇവിടെ നിന്നായാലും നമ്മൾ പുറത്താക്കും, അവരും പുറത്താക്കും. അങ്ങനെ പുറത്താക്കുമ്പോൾ അത് മോദി പോയി ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷവും അവരെ പുറത്താക്കുന്ന സമയത്ത് ചങ്ങലക്കിട്ട് കൊണ്ടുവരേണ്ട എന്താ കാര്യം? ഇപ്പം മൂന്നാമത്തെ വിമാനവും വന്നു. എല്ലാ വിമാനങ്ങളിലും അങ്ങനെ വരുന്നത്. ഇവിടുത്തെ വാഴ്ത്തുപാട്ടുകാർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സിഖ് തീവ്രവാദികളെയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ചങ്ങലക്കിട്ട് കൊണ്ടുവന്നത് പറഞ്ഞത്. ആദ്യത്തെ വിമാനം കഴിഞ്ഞു, രണ്ടാമത്തെ വിമാനം വന്നു, മൂന്നാമത്തെ വിമാനം വന്നു. ഇനി എത്ര വിമാനം വന്നാലും ആ വിമാനത്തിൽ വരുന്ന എല്ലാ ആളുകളെയും അമേരിക്കൻ സർക്കാർ കൈച്ചങ്ങലക്കും കാൽച്ചങ്ങലക്കും വിധേയമാക്കിയിട്ട് തന്നെ കൊണ്ടുവരികയുള്ളൂ.
അത് ശരിയല്ല എന്ന കാഴ്ചപ്പാടാണ് പൊതുവെ ലോകം ഉയർത്തുന്നത്. അത് മനസ്സിലാക്കാനായിട്ടുള്ള വെളിവെങ്കിലും ഈ വാഴ്ത്തുപാട്ടുകാർക്കുണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പം വികടൻ ഇപ്പം നരേന്ദ്രമോദിയുടെ കൈയും കാലും കെട്ടിയിട്ടിട്ടാണ് കാർട്ടൂൺ ഇറക്കിയത്. അതിപ്പം പിണറായി വിജയനെതിരെ അങ്ങനെ ഒരു കാർട്ടൂൺ ഇറക്കിയാലും രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെ ഒരു കാർട്ടൂൺ വന്നാലും അതിൻ്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള നടപടി തന്നെയല്ലേ? അതെ, അതങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ ഇവർ ചെയ്യും. പിണറായിക്കെതിരെ ഇതൊക്കെ ചെയ്താൽ പിണറായിയുടെ പോലീസ് ചെയ്യാൻ പോണത് ഇവരൊക്കെ പിടിച്ച് ജയിലിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ സ്വഭാവം. അതാണ്, പേര് മാത്രമേ മാറുള്ളൂ. മോദി, പിണറായി എന്നൊക്കെ പറഞ്ഞു. ഈ ഭരണകൂടങ്ങളെ ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കേണ്ടതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇത്തരം പ്രവൃത്തികളായിട്ട് അവർ മുന്നോട്ട് പോയാൽ. അതുകൊണ്ട് ഇതാര് ചെയ്താലും തെറ്റാണ്, തീർച്ചയായിട്ടും അത് തിരുത്തേണ്ടി വരും. താലിബാൻ സ്വഭാവവും മനോഭാവവും പിന്തുടരുന്ന ആളുകളെ എതിർക്കുക തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ എം എന്ന് പറയുന്ന ഒരു ആത്മീയ ആചാര്യൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി, ഹിന്ദുയിസം താലിബാനൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ലോകത്തിന് തന്നെ അത് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വിതയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്, ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.